വഖഫ് ബോർഡിനെ നിയന്ത്രണത്തിലാക്കാനുള്ള ബി.ജെ.പി. യു.ഡി.എഫ് നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. നിലവിലെ വഖഫ് ബോർഡിന് തുടരാമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ബോർഡിന്റെ ചുമതല ജോയിന്റ് സെക്രട്ടറി ഏൽപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഫെമിനയും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം ഫെമിനയിലേക്കാണ്. ഫെമിന, വലിയ തിരിച്ചടി തന്നെയാണ് ഒരേ സമയം ബി.ജെ.പിക്കും സംസ്ഥാനത്തെ യു.ഡി.എഫ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തില്ല എന്ന പേരിൽ പിരിച്ചുവിട്ട വഖഫ് ബോർഡിന്റെ നടപടികൾക്ക് മരവിപ്പിച്ച ആ നിലപാടിനാണിപ്പോൾ സുപ്രീം കോടതിയോടെ ജീവൻ വെച്ചിരിക്കുന്നത്. എന്താണ് നിലവിൽ ഒരു സാഹചര്യം? എന്താണ് സുപ്രീം കോടതി വ്യക്തമാക്കിയ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് ഹൈക്കോടതി ഉത്തരവിന്റെ? അതെ, കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലെ അംഗങ്ങളാക്കണമെന്ന പേരിൽ ബി.ജെ.പി. നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതിൽ സർക്കാരും ഈ ഒരു വാദത്തെ പിന്തുണച്ചിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇത്തരത്തിൽ ബി.ജെ.പി. നേതാവിന്റെ ഒരു ഹർജിയെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പിന്തുണച്ചു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ആ ഉത്തരവ് തിരുത്തിയിരിക്കുകയാണ്. നേരത്തെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി എന്തിനാണ് ബോർഡിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊരു നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ആ സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്റർ നിയോഗിച്ചതിലൂടെ സർക്കാരിന് നേരിട്ട് വഖഫ് ബോർഡിൽ ഒരു ഇടപെടലുകൾ നടത്താനുള്ള ഒരു അധികാരമായിരുന്നു ലഭിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ആ ഉത്തരവിൽ നിർണായകമായിട്ടുള്ള ഒരു തിരുത്തൽ വരുത്തിയിരിക്കുകയാണ്. സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടി റദ്ദാക്കിയിരിക്കുകയാണ്. ഇടക്കാല ഉത്തരവ് ആണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റേ നൽകിയിട്ടില്ല. പക്ഷേ നിർണായകമായിട്ടുള്ള ഒരു തിരുത്തലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഏതായാലും ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ആ ഒത്തുകളി വ്യക്തമായിരുന്നു. രാജ്യത്തെ ബി.ജെ.പി. സർക്കാരുകൾ എടുത്ത അതേ നിലപാടിൽ സംസ്ഥാനത്തെ യു.ഡി.എഫ് സർക്കാർ പോകുന്നു. ഇതിനെതിരെ ലീഗ് പോലും ഒരു ചെറുവിരൽ അനക്കാത്തൊരു സാഹചര്യത്തിൽ, അതായത് ബി.ജെ.പി. അതോടൊപ്പം തന്നെ യു.ഡി.എഫ് ഒത്തുകളി പുറത്തായത് ആ ഒത്തുകളി തന്നെയെന്ന് വ്യക്തമായതായിരുന്നു അന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഇപ്പോൾ അവസാനം എനിക്ക് തോന്നുന്നത്, മനസ്സിലാകുന്നത്, സുപ്രീം കോടതി ആ ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിയിട്ടുള്ള ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന രൂക്ഷമായ വിമർശനമുണ്ട്. ഏതായാലും വലിയ തിരിച്ചടി ഒരേ സമയം യു.ഡി.എഫ് സർക്കാരിന്, കോൺഗ്രസിന്, ബി.ജെ.പിക്ക്, ലീഗിന് കിട്ടിയിരിക്കുന്നു. അതായത് വഖഫ് ബോർഡിന്റെ നിയന്ത്രണം വളഞ്ഞ വഴിയിലൂടെ പിടിക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിൽ യു.ഡി.എഫ് ഉണ്ടാക്കുന്നതാണ് അവിടെ കണ്ടത്. കാരണം ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഷോൺ ജോർജിനോ ബി.ജെ.പിക്കോ വേണ്ടിയായിരുന്നില്ല ഹർജി. വഖഫ് ബോർഡ് പിടിക്കാൻ യു.ഡി.എഫിനെ ലീഗിനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഹർജി. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനം വിലക്കിക്കൊണ്ട് ഉത്തരവിടുകയും ചെയ്തു. അസാധാരണമായ ഒരു ഉത്തരവായിരുന്നു എന്ന് അന്ന് വിമർശനം ഉയർന്നതാണ്. കാരണം വഖഫ് ആക്ടിൻ്റെ 22 പ്രകാരം തന്നെ ഒരു കാരണവശാലും ഏതെങ്കിലും 2 ഒഴിവുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം വഖഫ് ബോർഡിനെ വിലക്കാൻ കഴിയില്ല. വഖഫ് ബോർഡിൻ്റെ ഒരു തീരുമാനങ്ങളും നിലനിൽക്കാതെ വരില്ല. എല്ലാ തീരുമാനങ്ങളും സാധുവാകുകയും ചെയ്യും. അപ്പോൾ അതിനർത്ഥം വഖഫ് ആക്ടിൻ്റെ തന്നെ ലംഘനമാണ് കോടതിയിൽ പറഞ്ഞതും കോടതിയിൽ നിന്ന് നേടിയെടുത്തതും എന്ന വിമർശനം അന്ന് ഉയർന്നിരുന്നു. അന്നത് പറയാൻ ചുമതലപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ പക്ഷേ ഷോൺ ജോർജിനൊപ്പം ഒത്തുകളിച്ച് വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അത് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. അതേ വിഷയം ഉന്നയിച്ചാണ് സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡും സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും ചെല്ലുന്നത്. ആ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ നിർണായകമായ ഒരു ഇടപെടൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിൻ്റെ ഏറ്റവും സുപ്രധാനമായൊരു ഭാഗം അഡ്മിനിസ്ട്രേറ്റർ ആയി സർക്കാർ സർവീസിലൊരു ഉദ്യോഗസ്ഥനെ, ഒരു വകുപ്പ് സെക്രട്ടറിയെ നിയോഗിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. അത് നിയമവിരുദ്ധമാണ്. അത് ചെയ്യാൻ കഴിയില്ല. അത് അന്നേ എതിർക്കണമായിരുന്നു. കാരണം സമാന സ്വഭാവം ഉള്ള കേസ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് വഖഫ് ബോർഡിനെ വന്നപ്പോൾ തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെ ആ ഹർജി, തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജി പരിഗണിച്ച് ആ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കുക ചെയ്ത് അന്ന്. ഇതിനകത്ത് ഒരു സംശയം, അതായത് നിലവിൽ അന്നത്തെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ബോർഡിനെ വിലക്കിയിരുന്നു. നിലവിൽ സുപ്രീം കോടതിയുടെ വില, അതായത് നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഔദ്യോഗികമായ ചുമതല ജോയിന്റ് സെക്രട്ടറിക്കാണ് അന്നത്തെ ഉത്തരവിലൂടെ ലഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി ഉത്തരവ് വരുന്നതോടെ നയപരമായ തീരുമാനങ്ങൾ ബോർഡിന് തന്നെ എടുക്കാം. ജോയിന്റ് സെക്രട്ടറി വെറും ഒരു ഉദ്യോഗസ്ഥനായി തന്നെ മാറിയിരിക്കുക എന്നുള്ളത്, ഒഫീഷ്യൽ സെക്രട്ടറി, എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയായി തന്നെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണല്ലേ?
അതിലൊരു വ്യത്യാസമുണ്ട്. കാരണം ഈ വഖഫ് ആക്ട് ലംഘിച്ചുകൊണ്ട് ഒരു വകുപ്പ് സെക്രട്ടറിയെ ഈ വഖഫ് ബോർഡിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ചുമതല നൽകിയ ആ തീരുമാനം മാത്രമാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ബാക്കി തീരുമാനങ്ങളെല്ലാം നിലനിൽക്കും. അതായത് വഖഫ് ബോർഡിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല, വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങൾ നേരിട്ടെടുക്കാൻ കഴിയില്ല, അതിന് ഹൈക്കോടതിയുടെ പ്രയർ പെർമിഷൻ വേണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അത് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരുന്നില്ല ഹൈക്കോടതി, അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അത് നിലനിൽക്കും. അതിലും ഒരു റിലീസ് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ സുപ്രീം കോടതി, ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞത് നാളെ ഹൈക്കോടതിയിൽ അതേ ബെഞ്ചിൽ അതേ കേസ് വരുന്നുണ്ട്, ഷോൺ ജോർജിൻ്റെ ഹർജി വീണ്ടും വരുന്നുണ്ട്. ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് ഇൻ എഫക്റ്റ് നാളെ വരെ ശരിക്കും ഉള്ളൂ. നാളെ കോടതി പരിഗണിച്ചിട്ട് പുതിയൊരു തീരുമാനം വരുന്നതുവരെ ഹൈക്കോടതി ഉത്തരവ് നിലവിലുള്ളൂ. ശരിക്കും ഇടക്കാല ഉത്തരവാണ് വന്നത്, അടുത്ത കേസ് പരിഗണിക്കുന്നവർ നാളെ പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത് നാളെ ഹൈക്കോടതിയിൽ ഇതേ കേസ് വരുന്നുണ്ടല്ലോ, ഹൈക്കോടതി അത് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അതൊരു പ്രശ്നം, സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമം വളഞ്ഞ വഴിയിലൂടെ വഖഫ് ബോർഡിനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതായിരുന്നു. അതിന് ലീഗിൻ്റെ താല്പര്യമാണത്. പക്ഷേ ലീഗ് അതിന് കൂട്ടുപിടിച്ചത് BJP യാണ് എന്നുള്ളതാണ് അതിനകത്ത് രാഷ്ട്രീയമായൊരു വലിയ വൈരുദ്ധ്യം നിലനിൽക്കുന്നത്. ആ വൈരുദ്ധ്യമാണ് കേരളം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത്. അതിന് നിയമപരമായി ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിലനിൽക്കുന്ന വഖഫ് ആക്ടിൻ്റെ 2 വകുപ്പുകൾ 22ഉം 99ഉം ലംഘിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇന്ന് അങ്ങനെ ഒരു ഉത്തരവ് മേടിച്ചെടുത്തത്. അപ്പോൾ അത് നിയമപരമായി തെറ്റാണെന്ന് നിയമപ്രശ്നം ഉയർത്തിയിരുന്നു. ആ നിയമപ്രശ്നത്തിന് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരം നൽകി. അത് നിയമപ്രശ്നമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിന് മുകളിൽ ഒരു വകുപ്പ് സെക്രട്ടറിക്ക് ഭരിക്കാൻ കഴിയില്ല. കാരണം അത് നിയമപരമായി സ്വയം ഭരണാധികാരമുള്ള ബോഡിയാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് രൂപീകരിച്ചത് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് രൂപീകരിച്ചത് LDF സർക്കാരിൻ്റെ അവസാനത്തെ ഫെബ്രുവരി മാസത്തിലാണ് രൂപീകരിക്കുന്നത്. അതിന് അവർക്ക് 5 വർഷം കാലാവധിയുണ്ട്. ആ 5 വർഷം കാലാവധിയിൽ അവർക്ക് സമ്പൂർണ്ണ അധികാരത്തോടെ പ്രവർത്തിക്കാം. അവരുടെ മേൽ സർക്കാരിന് ഒരു അധികാരവും നിയമപരമായി ഇല്ല. അതാണ് വഖഫ് ആക്ട്. അല്ല, അതിനകത്ത് സാലി ഒരു വിഷയം കൂടി, അതായത് ഈ 99 വഖഫ് നിയമത്തിലെ 99-ാം വകുപ്പ് അനുസരിച്ച് ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് പോലും അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ സാമ്പത്തിക ക്രമക്കേടടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമാണ് ഇടാൻ. അങ്ങനെ ഒരു ക്ലോസ് കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് വഖഫ് ബോർഡ് അഭിഭാഷകൻ അക്കാര്യം പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടി അപ്പീൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, അതാണ് വഖഫ് ആക്ട് 99. പഴയ ആക്ടിലെ 99-ാം വകുപ്പ് പ്രകാരം വഖഫ് ബോർഡിന് മേൽ നിയന്ത്രണാധികാരം അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പൂർണ്ണ അധികാരവും സർക്കാരിനില്ല. നേരെ മറിച്ച് ഹൈക്കോടതിക്കും അങ്ങനെ ഒരു അധികാരമില്ല. വഖഫ് ബോർഡിൻ്റെ മേൽ എന്തെങ്കിലും നിയന്ത്രണാധികാരം ഉള്ളത് സർക്കാരിന് മാത്രമാണ്. ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ ഒരു നിയമപ്രശ്നവും അതുതന്നെയാണ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. കാരണം വഖഫ് ആക്ട് 99 പ്രകാരം ഹൈക്കോടതിക്ക് വഖഫിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. അതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. സുപ്രീം കോടതി അത് പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സമാന ബെഞ്ചിൽ സമാന കേസ് വരുന്ന പശ്ചാത്തലത്തിൽ അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, സുപ്രീം കോടതി ഇന്നത്തെ ഉത്തരവിൻ്റെ പ്രധാന കാതൽ എന്ന് പറയുന്നത് വളഞ്ഞ വഴിയിലൂടെ വഖഫ് ബോർഡിനെ നിയന്ത്രണത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ ലീഗും ഒക്കെ ചേർന്ന് നടത്തിയ BJP ആയി ചേർന്ന് നടത്തിയ ഒത്തുകളി അത് സുപ്രീം കോടതി ഇന്ന് പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതുകൊണ്ട് ഒരു നിയന്ത്രണവും സർക്കാരിനില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡ് ഭരിച്ചോളും. ഇനി സുപ്രീം കോടതി പറഞ്ഞതിൽ ഒരു ഭാഗം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ നയപരമായ വലിയ തീരുമാനങ്ങളും വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന തീരുമാനങ്ങളും ഒക്കെ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഹൈക്കോടതി ഉത്തരവ് ഭേദഗതി ചെയ്ത് സുപ്രീം കോടതി ഇപ്പോൾ ഇന്ന് പറഞ്ഞു. ശരി സലീം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് UDF BJP ഒത്തുകളി പുറത്തായിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. വഖഫ് ബോർഡിന് പ്രവർത്തനം തുടരാം. ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിയ തീരുമാനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ദില്ലിയിൽ നിന്ന് ഫെമിനയും കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദും പങ്കുവച്ചത്.